അപ്പോൾ വെൽക്കം ടു മൈ ഫുഡ് ഡി വ്ലോഗ്. നമ്മളിന്ന് നഹദി പോയിട്ട് മന്തി കഴിക്കാൻ ഓർത്തിട്ടാണ് കേട്ടോ വന്നത്. എല്ലാവരും അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ റഷ്യം കണ്ടപ്പോൾ നമ്മൾ പ്ലാൻ ആഗ്രഹം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ സ്വന്തം റെസ്റ്റോറൻറ്റ്. ചെറുതായിട്ടൊരു മഴയുള്ളതുകൊണ്ട് ഞാനും അശ്വതി നല്ലോണം നടക്കുന്നു. അങ്ങനെ നടന്ന് നമ്മൾ നേരെ കാസിലേക്ക്. ഞാൻ ഇത്രയും നാളും കഴിച്ചതിൽ ഇത് ബെസ്റ്റ് മന്തി ഇവിടുത്തെ മന്തിയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴും ഇതൊരു 10 മിനിറ്റ് നമ്മളെടുത്തൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇങ്ങനെ കഥയും നുണയെല്ലാം പറഞ്ഞിരിക്കാം. ഞാൻ അശ്വതിയും കാര്യമായിട്ട് എന്തൊക്കെയോ തള്ളുണ്ട്. അപ്പുറത്ത് അവന്മാർ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നിട്ട് കാര്യമായി തള്ളു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫുഡ് അടിക്കാൻ ഞങ്ങൾ മടിവാള തന്നെയാണ് എപ്പോഴും ചൂസ്. ബാംഗ്ലൂരിലൊരു കൊച്ചു കേരളാണല്ലോ മടി. അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇനി ഫുഡ് വരാനുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ. നമ്മൾ വീക്ക് ഡേയ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തന്നെ. മന്തി കഴിക്കണം എന്നുള്ള ഒരു തൊര കൊണ്ട് നമ്മൾ എത്ര വേണേലും രാത്രി മന്തി കഴിക്കാന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും കഴിച്ചോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ഫുഡ് വന്നു. നമ്മൾ ഗ്രീൻ ചില്ലി അൽഫാം മന്തി ആണ് വാങ്ങിണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്യാണത്തിന് പോയ മാമമാര് ഫുഡ് വിളമ്പുന്ന പോലെ ഉണ്ട്. ശ്രീജ നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് നമ്മളെല്ലാരും ഫുഡ് അടിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാണാനുള്ള ഭംഗിയുടെ കാര്യം. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും പൊന്നി അടിപൊളി ടേസ്റ്റ് ആണ്. ഞാനിവിടെ എത്രാമത്തെ വട്ടം ഫുഡ് കഴിക്കാൻ വരുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എപ്പോഴും നമ്മൾ ഇങ്ങോട്ടാണ്. ഞാൻ ഇരുന്ന് കഴിക്കുന്നതിന്റെ ഇടയിൽ കാര്യമായിട്ട് വരുത്ത എന്തൊക്കെയോ പരാതിയൊക്കെ പറയുന്നത്. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരാളും കൂടി മിസ്സിംഗ് ഉണ്ട് കേട്ടോ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അക്ഷര. അവൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവള് വരുന്നില്ല. ഫുഡ് അടിയും വീഡിയോ എടുപ്പും എല്ലാം കൂടി നല്ലൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ ആരുടെയൊക്കെയോ കൈ കൊടുത്തിട്ട് ഞാൻ നല്ലോണം കഴിച്ചു. കൂട്ടത്തിൽ നല്ല ഊക്കലൂക്കുന്നുണ്ട്. ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബേസിക്കലി ഞാനൊരു മന്തി ഫാൻ ഗേൾ അല്ല കേട്ടോ. പക്ഷെ ഈടെയായിട്ട് ഞാൻ മന്തിക്ക് ഇച്ചിരി ഓവർ അഡിക്റ്റ് ആണ്. ഞാൻ ഇവരുടെ കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ മന്തി കഴിച്ച് മന്തി ഫാൻ ഗേൾ ആയതാണോ എന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വിശപ്പിന്റെ കാര്യം. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പെട്ട എല്ലാവരും നല്ലോണം ഫുഡ് അടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അശ്വതിക്ക് ഇച്ചിരി നാണും വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദിവ്യനും അശ്വതിനും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പറഞ്ഞേക്കാം. അപ്പൊ ഇവരെ പറഞ്ഞു വിട്ടിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ റൂമിൽ പോകാൻ വേണ്ടി. അവര് പോയി കഴിഞ്ഞപ്പോ നമ്മളും അവിടുന്ന് നേരെ ഇറങ്ങി. ഇല്ല ഞാൻ നിങ്ങൾ സുഹൃത്ത് വരല്ലോ. ഞാൻ ഫോട്ടോ പതുക്കെ നിന്റെ ഫോണിൽ പോകും കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ഹമ്പ് ചാടാനില്ലേ? മാമ റോട്ടിന്ന് ലൈസൻസ് ഇല്ലാണ്ട് വീട് വളയ്ക്കാൻ അറിയില്ലെന്നോ? ഏതെങ്കിലും റോഡിൽ കൂടെ വളക്കി ആർക്കറിയില്ല. രാത്രി ആയതുകൊണ്ടേ ഒന്നും മനസ്സിലാവുന്നില്ല. സേഫ് ആയിട്ട് ഞാൻ അവന്റെ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ എന്റെ റൂമിലും പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.